الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരന്മാർ, മുസ്ലിം ഉമ്മത്ത് ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മുഹറം മാസം വരവറിയിക്കുന്നത് അതാണ്. പുതിയൊരു ഹിജ്റ വർഷം, പുതിയ ഹിജ്റ വർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് റബീഉൽ അവ്വലിലാണ്, മുഹറത്തിലല്ല. നല്ലൊരു ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ ആ വർഷം മുതലാണ് ഇസ്ലാമിക കലണ്ടറിൽ ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. ജനിച്ചു വളർന്ന നാട്, ജീവിതത്തിന്റെ ഒട്ടുമിക്കാൽ
തീർത്ത, ജീവിച്ചു തീർത്ത മക്കയിൽ നിന്ന് യസ്രിബ് എന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പലായനം ചെയ്യുകയാണ്. ആ ഒരു പലായനം ഹിജ്റ, ആ ഹിജ്റ ഒരു മുസ്ലിം ഉമ്മത്തിന് വലിയൊരു ആശ്വാസമായിരുന്നു, വലിയൊരു സമാധാനമായിരുന്നു. ഒരുപാട് പാഠങ്ങൾ ആ ഹിജ്റ ഒരു മുസ്ലിമിന് നൽകുന്നുണ്ട്. ഏറ്റവും വിലയേറിയ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്നുള്ളത് ആത്മാർപ്പണമാണ്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടത് എന്തും ത്യജിക്കാനുള്ള ഒരു മനസ്സ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ നമുക്കൊക്കെ നൽകുന്ന പാഠങ്ങൾ. ദുനിയാവിൽ നമുക്കൊക്കെ പലതിനോടും ഇഷ്ടമുണ്ട്. ഞാൻ ജനിച്ച നാട്, ഞാൻ വളർന്ന വീട്, എൻ്റെ സമ്പത്ത്, എൻ്റെ പ്രിയപ്പെട്ട കുടുംബം, എൻ്റെ ഏറ്റവും വിലപ്പെട്ട ജോലി, ബിസിനസ്, കച്ചവടം, ഇങ്ങനെ തുടങ്ങുന്ന പലതിനോടും ഒരു മനുഷ്യന് ഇഷ്ടമുണ്ടാവും, സ്നേഹമുണ്ടാവും, പ്രിയമുണ്ടാവും. ഒരു മനുഷ്യൻ എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, പ്രിയമുണ്ടോ, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാനുള്ള ഒരു മനസ്സ് ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ അത് അവന്റെ വിശ്വാസത്തിന്റെ ഒരു വലിയൊരു ഭാഗമാണ്. ഒരു മനുഷ്യന് തന്റെ നാടിനോടുള്ള ഇഷ്ടം എത്രമാത്രം വലുതായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും ആ ഇഷ്ടം ലോകം മനസ്സിലാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന കിട്ടിയപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് മക്കയിൽ നിന്ന് പലായനം ചെയ്യുക. ആ പലായനം ചെയ്യുന്ന സമയത്ത് മക്കയുടെ ബോർഡറിലെത്തിയ സമയത്ത് മക്കയിലേക്ക് തിരിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെടുന്ന വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രവാചകൻ മക്കയേക്കാൾ കുളിർക്കെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയാണ്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഇന്നക ലഖൈറു അർളില്ലാഹ്, മക്ക നീ അള്ളാന്റെ ഭൂമിയിൽ നീ ഏറ്റവും പ്രിയപ്പെട്ടതാ. അത് അള്ളാണേ സത്യം, എനിക്കറിയാം. അള്ളാന്റെ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് മക്ക. നീ വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണാണ് നീ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മക്കയെ നോക്കി, വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, നിന്റെ മണ്ണിൽ നിന്ന് എന്നെ നിന്റെ ആളുകൾ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മക്ക ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല ആ മക്ക വിട്ടുപോകുന്നത്. താൻ ജനിച്ചു വളർന്ന ആ നാട് തന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്കാൽ ഭാഗവും ജീവിച്ചു തീർത്ത ആ മക്കയെ വിട്ടുപോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിട്ടില്ല. പ്രവാചകന് സങ്കടമായിരുന്നു. പക്ഷേ എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഇഷ്ടം
ഇഷ്ടം തന്നെ നടക്കണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തോട് വിധേയപ്പെടേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവന്റെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എതിരാവാൻ പാടില്ല. ഇനി നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ഹിജ്റ അതെങ്ങനെയായിരുന്നു? മക്ക എന്ന ജന്മനാടിന്റെ മണ്ണും മണവും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് സർവ്വതും ത്യാഗം ചെയ്ത് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബത്തിന് ആ മദീനയിൽ നേരിടേണ്ടി വന്നത് കഠിനമായ പരീക്ഷണമായിരുന്നു. അന്നത്തെ മദീന ഇന്നത്തെ പോലെയല്ല കേട്ടോ. അന്നത്തെ മദീന ഇന്നത്തെ പോലെയല്ല. ഇന്ന് ആ പ്രാർത്ഥന, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ ഫല ഇന്ന് മദീന കാണുന്ന മദീന. അന്ന് മദീന അങ്ങനെയല്ല, അന്ന് യസ്രിബാണ്. ആ യസ്രിബില് രോഗങ്ങളും അതുപോലെ തന്നെ പനിയുടെയും ഒരു കേന്ദ്രമായിരുന്നു അന്ന് യസ്രിബ്. അന്ന് യസ്രിബ്, ലോകത്ത് യസ്രിബ് പനി കൊണ്ട് പ്രശസ്തമായ ഒരു നാടാണ്. ഒരു ഹൊമ്മോ യസ്രിബ് എന്നൊരു പേരിൽ തന്നെ നമുക്കറിയാലോ, നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും പല വൈറസുകളും വരാറുണ്ട്. വൈറസിനൊക്കെ പല പേരുകൾ ഇടാറുണ്ട്. അതുപോലെയുള്ള ഒരു പകർച്ചവ്യാധി പനി അന്ന് മദീനയിൽ, അന്ന് യസ്രിബിൽ ഉണ്ടായിരുന്നു. ആ പനിയെ ലോകം വിളിച്ചിരുന്നത് ഹൊമ്മോ യസ്രിബ് എന്നാണ്. അങ്ങനെ ഒരു പേര് തന്നെ, യസ്രിബുകാരുടെ പനി, യസ്രിബിന്റെ പനി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യസ്രിബിലെത്തുന്നത്. മക്കയിലെ വരണ്ട കാലാവസ്ഥയിൽ ജീവിച്ച സ്വഹാബത്തിന് മദീനയുടെ ഈർപ്പമേറിയ ആ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പ്രവാചകർ സഹാബത്തിന് കഴിയുന്നില്ല. പനി പിടിച്ച്, പലർക്കും പനി പിടിച്ച്, പനിയുടെ കാഠിന്യത്താൽ അബോധാവസ്ഥയിൽ പലരും കിടക്കയിൽ കിടന്ന് പലതും പറയാൻ തുടങ്ങി. അബോധാവസ്ഥയിൽ പനി പിടിച്ച് അവസാനം എന്തൊക്കെയോ പറയാൻ തുടങ്ങി. പലപ്പോഴും പല ആളുകളും കവിത ചൊല്ലാൻ തുടങ്ങി. ആയിഷ ബീബി പനി ബാധിച്ച തന്റെ ഉപ്പയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണാൻ പോകുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തിയിട്ട് വാപ്പാനോട് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീബി, ഉപ്പ എങ്ങനെയുണ്ട്, അങ്ങേക്ക് സുഖമാണോ? ആ ഒരു സമയത്ത് ഒരു അർദ്ധബോധാവസ്ഥയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പാട്ട് പാടുകയാണ്, ഒരു കവിത ഇങ്ങനെ മൂളുകയാണ്. ആ കവിതയിൽ ഇപ്രകാരമാണ്: കുല്ലും ബ്രിഇം മുസബ്ബഉൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഹ്ലിഹി. മക്കയോടുള്ള പ്രണയവും കൂട്ടുകാരോടുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ ആ വരികളിൽ മരണത്തോടുള്ള ഒരു സാമീപ്യവും ആ വരികളിൽ ഉണ്ടായിരുന്നു. ആ വരികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, ഏതൊരു മനുഷ്യനും തന്റെ കുടുംബത്തോടൊപ്പം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. ആ മനുഷ്യൻ അറിയുന്നില്ല അവന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുന്നു എന്നുള്ളത്. ഈ പാട്ടാണ്, ഈ കവിതയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, സ്വന്തം വീട്ടില് തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാ, ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാവും. തന്റെ കുടുംബത്തോടൊപ്പം രാത്രി ഉറങ്ങി എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് തന്റെ കുടുംബത്തിന്റെ കൂടെ ചായം കുടിക്കുന്ന ഒരു രംഗം, ചായം കുടിച്ച് സംസാരിക്കുന്ന ഒരു രംഗം, അതൊരു സുന്ദരമാണ്. നമ്മുടെയൊക്കെ പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന, പല പ്രവാസികളും അനുഭവിക്കുന്ന വേദനകൾ അതാണ്. അവരുടെ ജീവിതം, അവർ അനുഭവിക്കുന്ന വേദന എത്രമാത്രമെന്നറിയോ? കാരണം വർഷങ്ങൾ പണിയെടുത്ത്, വിദേശത്ത് വർഷങ്ങൾ പണിയെടുത്ത് നാട്ടിൽ മടങ്ങുന്ന സമയത്ത് ആ നാടും വീടും കുടുംബവും എത്ര സന്തോഷത്തിന്റെ ഓർമ്മകളായിരിക്കും ആ മടങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുക. കാരണം ജനിച്ച നാടും വളർന്ന വീടും അതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരാൾക്ക്. ആ ഒരു പ്രിയം അവരുടെ ജീവിതത്തിലുണ്ട്. ആയിഷ ബീബി പിന്നെ പെട്ടെന്ന് പോകുന്നത്, ആയിഷ ബീബി പോകുന്നത് ബിലാൽ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പനിച്ചുകൊണ്ട് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പനിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്തും ബിലാൽ റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിൽ ഇങ്ങനെ പാടുകയാണ്, കവിത വരികയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ അബോധാവസ്ഥയിൽ കവിത വരുന്നത് മക്കയിലെ തായ്വരകളെ കുറിച്ചിട്ടാണ്. അവിടുത്തെ പുൽനാമ്പുകളെ കുറിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുകയാണ്. ഓ, എനിക്കിനി ഒരു രാത്രിയെങ്കിലും മക്കയിൽ കഴിച്ചു കൂടാൻ കഴിയുമോ? ഒറ്റ രാത്രിയെങ്കിലും മക്കയിൽ കഴിച്ചു കൂടാൻ കഴിയുമോ?
ബിവാദിൻ വഹൗലിൻ ഇദ്ഹിറും വജലീലുൻ. ഇദ്ഹിറും ജലീലും രണ്ട് സുഗന്ധമുള്ള പുല്ലുകളാണ് മക്കയിലെ. ഈ രണ്ടും തയ്ച്ചു വളരുന്ന ആ ഒരു നാട്ടില് എനിക്ക് ഒരു ദിവസം കൂടിയും എനിക്ക് താമസിക്കാൻ കഴിയോ? വഹൽ ഹരിദിന യൗമൻ മിയാ മജന്ന. മജന്ന എന്ന ജലാശയത്തിൽ നിന്ന് എനിക്ക് അവിടെയുള്ള ആ വെള്ളം പാനീയം നുകരാൻ എനിക്ക് കഴിയുമോ? വല്യബുദൂനലി ഷാമത്തിൻ വതഫീലൻ. മക്കയിലെ രണ്ട് കുന്നുകളാണ്, മലകളാണ് ഷാമത്തും തൊഫീലും. ഈ ഷാമത്തിനെയും തൊഫീലിനെയും ഒരിക്കൽ കൂടി എനിക്ക് ദർശിക്കാൻ എനിക്ക് കഴിയുമോ? ആ സൗഭാഗ്യം എനിക്ക് കിട്ടുമോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കി, ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? ആരാ ബിലാൽ റളിയല്ലാഹു അൻഹു? സത്യത്തിൽ മക്ക ബിലാൽ റളിയല്ലാഹു അൻഹു എന്താ നൽകിയത്? അടിമയായി ജനിച്ചിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു, യജമാനന്മാരുടെ ആട്ടും തുപ്പും പീഡനങ്ങളും സഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു, അതൊക്കെ മക്കയിലെ താഴ്വരകളിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അനുഭവിച്ചത്. നമുക്കറിയാല്ല സംഭവം, കഥകള്. എന്നിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മക്ക വിടാൻ തോന്നുന്നില്ല. ആ മക്കയുടെ മണവും ചൂരുമാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നത്. ജനിച്ച നാട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രിയപ്പെട്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. ആ നാട്ടിൽ നിന്നാണ് അവരെന്ത് ചെയ്തത്? യസ്രിബിലേക്ക് എന്ന മദീനയിലേക്ക് പോയത്. ആയിഷ ബീബി ഈദ് കൂടി കേട്ട സമയത്ത് ആയിഷ ബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഓടിയിട്ട് പറയാ, പ്രവാചകരെ വാപ്പയും ബിലാൽ റളിയല്ലാഹു അൻഹും ഒക്കെ പറയുന്നത് ഇപ്രകാരമാണ് കേട്ടോ, ഇപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവൻ മക്കയാണ് കേട്ടോ എന്ന് ബിലാൽ റളിയല്ലാഹുവിനെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീബി പറഞ്ഞ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്ക വശദ്ദ. അല്ലാഹുവേ, മദീനയെ ഞങ്ങൾക്ക് പ്രിയമുള്ളതാക്കി തരണേ റബ്ബേ. കഹുബ്ബി മക്ക, ഞങ്ങൾ മക്കയെ എപ്രകാരം ഇഷ്ടപ്പെട്ടിരുന്നോ, ഔ അശദ്ദും, അല്ലെങ്കിൽ അതിനേക്കാളും ഉപരിയായിട്ട് മദീനയെ ഞങ്ങൾക്ക് പ്രിയമുള്ളതാക്കി തരണേ റബ്ബേ. വസഹിഹ, ഈ മദീന ഞങ്ങൾക്ക് ആരോഗ്യപ്രദമാക്കി തരണേ, ഞങ്ങൾക്ക് അനുകൂല ഘടകമാക്കി ഈ മദീനയെ മാറ്റണേ റബ്ബേ. വബാരിക് ലനാ ഫീ സോഹിഹ വമുദ്ദിഹ, അതുപോലെ തന്നെ റബ്ബേ, ഈ മദീനയിലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അളവിലും തൂക്കത്തിലും നീ ബർക്കത്ത് നൽകണ റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പനിയെ ജുഹ്ഫയിലേക്ക് നീ മാറ്റി നിർത്തണേ റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാ ഇന്ന് കാണുന്ന മദീന. ആ മദീന മാറി, യസ്രിബ് മാറി, മദീന മാറി. മദീനയിൽ ഫലവർഗ്ഗങ്ങൾ വളരാൻ തുടങ്ങി. പനി തീർത്തും ജുഹ്ഫയിലേക്ക് മാറിപ്പോയി. ആ മദീനയിൽ ഫലവൃക്ഷങ്ങൾ വളർന്ന് സമ്പൽ സമൃദ്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു. നോക്കും, എന്താണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്കൊക്കെ ഈ ജനിച്ചു വളർന്ന നാട് വിട്ടുപോയപ്പോ അവർക്കുണ്ടായിരുന്ന പ്രയാസം എത്രമാത്രം എന്നറിയോ? കാരണം ജനിച്ച നാട്, വളർന്ന നാട്, ഇതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഹിജ്റയുടെ ചരിത്രത്തില് ഏറ്റവും വേദനജനകമായ ഒരു സംഭവം ഉണ്ട്. എന്തെന്നറിയോ? അത് ഒരു കൊച്ചു കുടുംബം ഉണ്ടായിരുന്നു. ഒരു കൊച്ചു കുടുംബം, അബൂസലമയും ഉമ്മുസലമയും സലമയും അടങ്ങുന്ന ചെറിയൊരു കൊച്ചു കുടുംബം. ആ കുടുംബത്തിന്റെ ഒരു ഹിജ്റ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുസലമയും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച സമയത്ത് കുടുംബത്തിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ. അവർ പോവുകയാണ്. എവിടേക്ക്? മദീനയിലേക്ക്, യസ്രിബിലേക്ക് പോവാൻ. അവർ വാഹനം ഒരുക്കി തയ്യാറാക്കി വെച്ചു, എല്ലാം തയ്യാറാക്കി, വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് ഉമ്മുസലമയും തന്റെ മടിയിൽ ഒരു മുലപ്പാൽ കുടിക്കുന്ന ഒരു പൈതൽ സലമയും മടിയിൽ വെച്ച് ഒട്ടകപ്പുറത്തിരിക്കുക. അബൂസലമ അവരെയും കൊണ്ട് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ആ സമയത്ത് പെട്ടെന്നാണ് ഉമ്മുസലമയുടെ കുടുംബം അവരെ തടഞ്ഞത്. അബൂസലമനോട് പറയാണ്, അബൂസലമ, ഉമ്മുസലമനെ ഞങ്ങൾ വിട്ടുതരൂല. ഉമ്മുസലമ ഞങ്ങളുടെ രക്തമാണ്. ആ ഉമ്മുസലമയെ മദീനയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിന്റെ കൂടെ പറഞ്ഞേക്കൂല. ഉമ്മുസലമയെ പിടിച്ചു വലിക്കുകയാണ്. ആ സമയത്താണ് അബൂസലമന്റെ കുടുംബം വന്നിട്ട് ഉമ്മുസലമയുടെ കയ്യിൽ നിന്ന്, ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ പിടിച്ചു വലിക്കുക. അബൂസലമന്റെ കുടുംബം പറയാണ്, എന്നാ കുഞ്ഞ് ഞങ്ങളതാണ്, ആപ്പാന്റെ ആണ്, അത് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഉമ്മാക്ക് വിട്ടുതരൂല, ഉമ്മാന്റെ കുടുംബത്തേക്ക് വിട്ടുതരില്ല. നോക്കൂ, ഉമ്മാന്റെ കുടുംബവും ഈ വാപ്പാന്റെ കുടുംബവും ഈ സലമ എന്ന പിഞ്ചു പൈതലിന്റെ രണ്ട് കൈകൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ചരിത്രത്തില് പിടിച്ചിട്ട് അവസാനം ആ കുഞ്ഞിന്റെ കൈ കുറിഞ്ഞു പൊട്ടിപ്പോയി. അത്രമാത്രം വേദനജനകമായ ഒരു രംഗമായിരുന്നു. അവസാനം അബൂസലമന്റെ കുടുംബം ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിക്കും, ഉമ്മുസലമന്റെ കുടുംബം ഉമ്മുസലമനെയും കൊണ്ട് അവരുടെ വീട്ടിക്കും. അവസാനം അബൂസലമത മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. വല്ലാത്തൊരു ഹിജ്റ ആയിരിക്കില്ല അത്.
വല്ലാത്തൊരു ഹിജ്റയായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കും, എത്ര പ്രയാസമായിരിക്കും ആ ഹിജ്റയിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു നേരിട്ടത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നേരിട്ട പ്രയാസം എത്ര മാത്രമായിരിക്കും. ഭർത്താവ് മദീനയിലേക്ക് പോയി, കുഞ്ഞിതാ ഭർത്താവിന്റെ വീട്ടിലാണ്, അവർ പിടിച്ചു വെച്ചിരിക്കുന്നു, ഞാനിതാ ഇവിടെയും. ഉമ്മു സലമ ദിവസവും അവർ പിരിഞ്ഞ ആ സ്ഥലത്തേക്ക് രാവിലെ വരും, അവിടെ കരഞ്ഞിരിക്കും ഉമ്മു സലമ. രാത്രിയാ തിരിച്ചു പോവുക. ഏകദേശം 1 വർഷത്തോളം ഉമ്മു സലമ ഈ വേദന സഹിച്ചു. അവസാനം കുഞ്ഞിനെ ഉമ്മു സലമക്ക് കൊടുക്കുകയാണ് കുടുംബം. പിന്നെ ഉമ്മു സലമനോട് പോകാൻ കൽപ്പിക്കുകയാണ്, എന്നാ പൊയ്ക്കോന്ന്. ആളുകളൊക്കെ ഇടപെട്ട് അവസാനം ആ ഉമ്മു സലമ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റക്ക് പോകുന്നൊരു രംഗമുണ്ട്. മദീനയെ ലക്ഷ്യമാക്കിയിട്ട് ഒറ്റക്ക് പോവാ, മോചനം കിട്ടി. 100 കണക്കിന് കിലോമീറ്റർ താണ്ടി അവർ മദീനയിലേക്ക് പോകുന്ന ഇതൊരു ഹിജ്റയാണ്. ഇതൊരു ഹിജ്റയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഈ ഹിജ്റ സഹാബത്തിന്റെ ജീവിതത്തിൽ നടന്നത്. മഹാനായ ശുഐബ് റൂമി റളിയല്ലാഹു അൻഹു, റോം പ്രദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള ശുഐബ് റളിയല്ലാഹു അൻഹു റോമിൽ നിന്ന് വന്നതാണ്, മക്കയിലേക്ക് വന്നതാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വെളിച്ചമായി മക്ക ജസീറത്തുൽ അറബിലേക്ക് വന്ന സമയത്ത് ആ ജസീറത്തുൽ അറബിൽ നിന്ന് ആ മക്ക നുബുവത്തിന്റെ പ്രകാശം സ്വീകരിച്ചിട്ടുള്ള ശുഐബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദരിദ്രനായിട്ടാണ് റോമിൽ നിന്ന് വന്നതെങ്കിലും മക്കയിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് സമ്പന്നനായിട്ടുണ്ട്. ആ സമ്പന്നനായിട്ടുള്ള ശുഐബ് റൂമി പോകാൻ ഒരുങ്ങുക. എവിടേക്ക്? ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങുക. തന്റെ സമ്പത്തൊക്കെ ഒരുക്കി കൂട്ടി, തന്റെ വാഹന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി വെച്ചുകൊണ്ട് ശുഐബ് റൂമി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുകയാണ്. ശുഐബ്, താങ്കള് പോവുകയാണോ? ഞാൻ പോവുകയാണ്. ശുഐബ്, താങ്കൾ ഈ മക്കയിലേക്ക് വന്നത് തീർത്തും ദരിദ്രനായിക്കൊണ്ടാണ്, സഅലൂക്കായിക്കൊണ്ടാണ്. ഇവിടെ മക്കയിൽ എത്തിയതിനു ശേഷമാണ് താങ്കൾ എന്ത് ചെയ്തത്? ഇത്രത്തോളം സമൃദ്ധമായത്, സമ്പന്നനായത്. അതുകൊണ്ട് ഈ സമ്പത്ത് മുഴുവൻ, താങ്കളുടെ സമ്പത്ത് മുഴുവൻ അത് തരാതെ ഇവിടെ വെക്കാതെ ഞങ്ങൾ പറഞ്ഞേക്കൂല. മഹാനായ ശുഐബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത്ഭുതമാണ് ആ ചോദ്യം. എന്താ ചോദിച്ചതെന്നറിയാം? ഒരു ചോദ്യമായിരുന്നു, അത്ഭുതപ്പെടുത്തുക ആ ചോദ്യം. അത്രത്തോളം കാലം ജീവിച്ച് സമ്പാദിച്ചു കൂട്ടി, അധ്വാനിച്ച് സമ്പാദിച്ചു കൂട്ടി ഉണ്ടാക്കിയുള്ള സമ്പാദ്യം അദ്ദേഹം പറയാണ്, എന്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ എന്നെ മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിങ്ങൾ അനുവദിക്കുമോ? ആ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, ശുഐബ് റൂമിയുടെ സമ്പത്ത് അത്ര മാത്രമുണ്ട്, അതൊക്കെ കിട്ടല്ലേ? അവർ സന്തോഷിച്ചു. അവർ പറഞ്ഞു, ശരി, താങ്കൾക്ക് പോകാം. ഒന്ന് ആലോചിച്ചു നോക്കും, വല്ലാത്തൊരു ചോദ്യമാണ് മഹാനായ ശുഐബ് റൂമി ചോദിച്ചത്. ഇത്ര കാലം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ കൊടുക്കണമെങ്കിൽ അതിന്റെ ആ ശുഐബ് റൂമിയുടെ ആ വിശ്വാസത്തിന്റെ ദൈർഘ്യം, വിശ്വാസത്തിന്റെ കാഠിന്യം എത്രമാത്രമായിരിക്കും. ശുഐബ് റൂമി തന്റെ വീടിരിക്കുന്ന സ്ഥലവും എഴുതി കൊടുക്കുകയാണ് മക്കക്കാർക്ക്. തന്റെ വീട് സ്ഥലം എഴുതി കൊടുക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും ഒക്കെ എഴുതി കൊടുക്കുകയാണ്, തിരിച്ചു കൊടുക്കുകയാണ്. എത്രത്തോളം ചോദിച്ചാൽ പോകുന്ന സമയത്ത് എടുത്ത വാഹനം വരെ അവർക്ക് തീരെ എഴുതി കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അവസാനം നടന്നുകൊണ്ടാണ് ശുഐബ് റൂമി മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്നത്. ശുഐബ് റൂമി ഇങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണാണ്. വഹി കിട്ടിയിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി ശുഐബ് റൂമിയെ സ്വീകരിക്കുകയാണ്. റബ്ബി അൽ ബൈവ അബാ യഹ്യ, അബൂ യഹ്യ, താങ്കൾ വല്ലാത്തൊരു കച്ചവടം നടത്തി വരികയാണല്ലോ. വലിയൊരു ലാഭമാണിട്ടോ, ഭയങ്കര ലാഭമാണിട്ടോ താങ്കൾ നേടിയെടുത്തത്. അത്ര വലിയ കച്ചവടമാണ് അള്ളാഹുമായിട്ട് എന്ത് ചെയ്ത് താങ്കൾ നടത്തിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഐബ് റൂമിയോട് പറയുകയാണ്. എന്നാലോചിച്ച് നോക്കും, ഇത്ര ഹിജ്റ എന്നത് ഇത്രമാത്രം പ്രയാസപ്പെട്ട സംഗതിയായിരുന്നു. അവരെല്ലാവരും എന്ത് ചെയ്ത് അള്ളാഹുവിനെ കൊടുത്തുകൊണ്ട് പോവുക. മുസ്ലിമായി ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് മക്കയിൽ മുസ്ലിമായി സത്യവിശ്വാസിയായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പം വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സഹോദരിമാരെ അവര് മദീനയിലേക്ക് എന്ത് ചെയ്ത് ഹിജ്റ പോയത്. ഹിജ്റ എന്നുള്ളത് അത് കേവലം ഒരു സ്ഥലമാറ്റം മാത്രമല്ല, ഇഷ്ടമല്ലാത്തതിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് നമ്മുടെ ഒരു മാറ്റമാണ്. അതാണ് ശുഐബ് റൂമിയുടെയും
ഉമ്മു സലമയുടെയും സ്വഹാബത്തിന്റെ ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നത്. ദീനിനു വേണ്ടി ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലത് സഹിക്കേണ്ടി വരും. ദീനിന് വേണ്ടിയിട്ട് പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും. അള്ളാഹുവിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. കൊടുത്താൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടൂല. കാരണം അള്ളാഹുവിന് കൊടുത്തത് നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. യഥാർത്ഥ ഹിജ്റ അത് അള്ളാഹുവിനുള്ള ഒരു പരിപൂർണമായിട്ടുള്ള ഒരു സമർപ്പണമാണ്. എന്ന് നോക്കുക, നമുക്കൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഹിജ്റ പോകേണ്ട അവസ്ഥയൊന്നുമില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയൊന്നുമില്ല. വീട് ജീവിക്കാൻ കഴിയാതെ, നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ, ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നിട്ട് നാട് വിടേണ്ട അവസ്ഥയൊന്നും ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നമുക്കില്ല. പക്ഷെ എന്നാൽ നമ്മൾ ഹിജ്റ പോകേണ്ടത് ഏതിൽ നിന്നെന്നറിയോ? ഹറാമിൽ നിന്ന് ഹലാലിലേക്കാണ്. ഹറാമിൽ നിന്ന് ഹലാലിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഹിജ്റ ഉണ്ടാവേണ്ടത്. പാപങ്ങളിൽ നിന്ന് തൗബയിലേക്ക് നമ്മൾ ഹിജ്റ ചെയ്യണം, പലായനം ചെയ്യണം. അതുപോലെ തന്നെ അനുസരണക്കേടിൽ നിന്ന് അനുസരണയിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ പലായനം ചെയ്യണം, ഹിജ്റ ചെയ്യണം. അശ്രദ്ധമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഹിജ്റ പോകാൻ കഴിയണം. പലിശയിൽ നിന്ന് അള്ളാഹിന്റെ ബർക്കത്തിലേക്ക് പോകാൻ നമുക്ക്, അള്ളാഹിന്റെ ബർക്കത്തിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ഇതിൽ കുടുങ്ങി നിൽക്കുക, തെറ്റുകളിലും പാപങ്ങളിലും പലിശകളിലും ഹറാമിലും ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നിട്ട് ഹിജ്റ പോകാൻ എന്ത് ചെയ്യണില്ല, നമുക്ക് കഴിയണില്ല. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണില്ല, കഴിയില്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നൊരു ചോദ്യം ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ ഫജ്റിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് നിങ്ങൾ കേട്ടപ്പോ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് നിങ്ങൾ കേട്ട സമയത്ത് മൂടി പുതച്ചു കിടന്ന പുതപ്പ് മാറ്റിയിട്ട് ആ വിളിക്കുത്തരം നൽകി ജമാഅത്തിൽ പങ്കെടുക്കാൻ ഇന്ന് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മൾ എവിടുന്ന ഹിജ്റ പോകേണ്ടത്? ഹിജ്റ പോകേണ്ടത് പാപങ്ങളിൽ നിന്ന് നന്മയിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഹിജ്റ പോകണം. തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നമുക്ക് പോകണം. പലിശയിൽ നിന്ന് ഹലാലിലേക്ക് എന്ത് ചെയ്യണം? നമുക്ക് പോകണം. പലിശനോട് ഗുഡ് ബൈ പറയാൻ എന്ത് ചെയ്യണം? കഴിയണം. പലപ്പോഴും ഇന്നത്തെ സമൂഹം പലിശയിൽ മുങ്ങിക്കിടക്കുക. ലോണിന്റെയും മറ്റേന്റെയും അങ്ങനെ ലോണിന്റെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല പലിശകളിലും പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ, അതിങ്ങോട്ട് കരകയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനുള്ളത്. കാരണം പേടിക്കേണ്ടതുണ്ട്. എന്താണ് ആ പേടിക്കേണ്ടത്? ഇബ്ലീസ് നമ്മളെ പിടികൂടുട്ടോ. ഇബ്ലീസ് പിടികൂടും, വിടാതെ പിടിക്കും ഇബ്ലീസ്. അത് അള്ളാഹുവിനോട് എന്ത് ചെയ്താണ്? പ്രതിജ്ഞ എടുത്തതാണ് ഇബ്ലീസ് പറഞ്ഞത് അള്ളാഹുവിനോട്. എന്ത്? ലഅഖഉദന്ന സിറാത്തൽ മുസ്തഖീം, റബ്ബേ നിന്റെ അടിമകളെ ഞാൻ പേപ്പിക്കാൻ വരട്ടോ, ഞാൻ കാത്തിരിക്കട്ടോ അവരെ പേപ്പിക്കാൻ വേണ്ടിയിട്ട്. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വമിൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, ഞാൻ അവരെ മുമ്പിലൂടെയും പിന്നിലൂടെയും വലത് ഭാഗത്തിലൂടെയും ഇടത് ഭാഗത്തിലൂടെയും ഞാൻ അവരെ പിടിക്കാൻ നോക്കുക. എന്നിട്ട് പറഞ്ഞു, ഇബ്ലീസ് പറയാണ്, വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധികം ആളുകളെയും നന്ദിയില്ലാത്തവരായിട്ട് നിനക്ക് കാണട്ടോ റബ്ബേ. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ പറ്റാത്ത നന്ദി കെട്ടവരായിട്ട് നിനക്ക് കാണട്ടോ എന്ന് ഇബ്ലീസ് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം ഇബ്ലീസ് തെറ്റിനോട് നമുക്കിങ്ങനെ പ്രിയം തോന്നിപ്പിക്കും. നമുക്ക് പണം ചെലവഴിക്കുമ്പോൾ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ പിശുക്ക് ഇങ്ങനെ വരും. അത് ഇബ്ലീസ് തോന്നിപ്പിക്കുക. ഒരു 100 കൂട്ടം ഷോലുകള് ഇതിങ്ങനെ കൊടുക്കാൻ സമയത്ത് 100 കൂട്ടം ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുതരും. കൊടുക്കണ്ടട്ടോ, എത്ര കൊടുക്കണ്ട, കൊടുത്താ പോകട്ടോ, കയ്യിട്ടോ, ഇല്ല തീർന്നു പോകും, അല്ലെങ്കിൽ ആ നോട്ടിന്റെ വലിപ്പം കുറച്ചോളട്ടോ എന്നിങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്യും? തോന്നിപ്പിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കും. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകള്, തെറ്റി നിൽക്കുന്ന ആളുകള് മിണ്ടാങ്ങനെ നോക്കും. ഇന്നൊന്ന് മിണ്ടിക്കളയാൻ തോന്നുമ്പോ കുറച്ച് ചെയ്യുമ്പോ തോന്നും വേണ്ട. മിണ്ടിപ്പോയി കഴിഞ്ഞാല് അതൊരു ഈഗോ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? കയറി വരും. ഞാൻ കുറഞ്ഞു പോവോ, ഞാൻ താന്നു പോവോ, പിന്നെ തെറ്റ് മുഴുവൻ എൻ്റെ അടുത്താവോ എന്നുള്ളൊരു പേടി, ഒരിടങ്ങേറ്, ഒരു പ്രയാസം ഇങ്ങനെ അവന്റെ മനസ്സിലേക്ക് വരും. അവസാനം പിണങ്ങി നിൽക്കുന്നവർ എന്നും പിണങ്ങിങ്ങനെ നിൽക്കും. കാരണം നമുക്ക് ഹിജ്റ പോകേണ്ടത് ഇവിടെ നിന്നാ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഹിജ്റ ഉണ്ടാവേണ്ടത്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായിട്ടും പിശാച് നിങ്ങളുടെ ശത്രുവാട്ടോ.
പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ. അതുകൊണ്ട് ആ പിശാചിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം, ഒരിക്കലും മിത്രമായിട്ട് കാണാൻ പാടില്ല. ഇന്നമാ അദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായിട്ടും പിശാച് തന്റെ കൂട്ടാളികളെ വിളിക്കുന്നത് നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലേക്കാട്ടോ. അതുകൊണ്ട് പേടിക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ്. നമുക്കറിയാം, ഈ മാസത്തിലെ 2 പ്രധാനപ്പെട്ട ഒരു നോമ്പുണ്ട്, മുഹറം 9 ഉം 10. ആശുറ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു. ആ മുഹറം 10ന്റെ ആ ഒറ്റ നോമ്പ് തന്നെ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം തന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ ഒരൊറ്റ നോമ്പ് മതി. ഞാനത് പ്രതീക്ഷിക്കുന്നു അള്ളാഹുവിൽ നിന്ന് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അത്രമാത്രം പ്രിയപ്പെട്ട നന്മകൾ നിറഞ്ഞ ഫലമുള്ള ഒരു നോമ്പാണ് മുഹറം 10. അതേപോലെ തന്നെ മുഹറം 9നെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ എന്ത് ചെയ്യും, നോൽക്കും എന്നുള്ളത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ വർഷം ജീവിച്ചിട്ടില്ല, മരണപ്പെടുകയാണ് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും വന്ന ഈ 2 നോമ്പുകൾ അത് മുസ്ലിം ഉമ്മത്തിന് സുന്നത്താണ്, പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നോമ്പിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ മുഹറം 9 ഉം 10 ഉം വരുന്ന 25, 26 തീയതികളിലാണ്, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ്. ആ ദിവസം പ്രത്യേകം എന്ത് ചെയ്യുക, ഓർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് പാപമുക്തരായി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, 2 കാര്യം സൂചിപ്പിക്കും. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, നാട്ടുകാർ, അല്ലാഹുവേ അവരുടെ ഖബറട നീ വിശാലമാക്കണ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായിട്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ നീ ശിഫ നൽകി പൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണ റബ്ബേ. നാടിലെ രോഗങ്ങളിൽ നിന്ന് നാടിനെ നീ മുക്തമാക്കണ റബ്ബേ. ലഹരികളിൽ നിന്ന് നാടിനെ നീ മുക്തമാക്കണ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.